പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൈഫ് ഫ്രം ഹെവൻ മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ദൂതന്മാരെ ആരാധിക്കരുതെന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വചനാടിസ്ഥാനത്തിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചത് ദൂതനെ ആരാധിക്കുവാൻ. അപ്പോൾ യോഹന്നാൻ മെസ്സേജസ് പാസ് ചെയ്ത ദൂതനാണ്. അപ്പോൾ ദൂതനെ ആരാധിക്കുവാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ ദൂതൻ തന്നെ തിരിച്ചു പറഞ്ഞു, എന്നാൽ അവൻ എന്നോട് അരുത് ചെയ്യരുത്, ഞാൻ നിന്നെയും നിൻ്റെ സഹോദരനായ പ്രവാചകന്മാരുടെയും പുസ്തകത്തിലെ വചനം പ്രമാണിക്കുകയും സഹവൃത്തിനത്തെ ദൈവത്തെ മാത്രം ആരാധിക്കുകയെന്ന് ദൂതൻ തന്നെ അവനോട് പറയുന്നു. യോഹന്നാൻ മെസ്സേജസ് പാസ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ താങ്ക്സ് ഗിവിങ്സിൻ്റെ ഭാഗത്തിൽ ദൂതനെ ആരാധിക്കുവാനൊന്ന് ഒരു അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ദൂതൻ തിരിച്ചു പറഞ്ഞു, നോ, നീ ദൈവത്തെ മാത്രം ആരാധിക്കുക, ഞാനും നിന്നെപ്പോലെ ഒരു സഹവൃത്തിനത്രേ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞു, സമയം അടുത്തിരിക്കുക, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ഇനി മുദ്രയിടരുത്, ഓപ്പൺ ചെയ്യും. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ, അശുദ്ധിയിൽ കഴിയട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുള്ളവർ ആ രീതിക്ക് വരട്ടെ. കേടായി പോകുന്നവൻ ആ രീതിക്ക് തന്നെ പൊക്കോണ്ടേയിരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ലോർഡ് ഈസ് കമ്മിങ് ഓൺ ദി ക്ലൗഡ്സ്. ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. നമ്മളവൻ ചെയ്യുന്നതിനുള്ള പ്രതിഫലം കർത്താവ് അതേപോലെ കിട്ടും. ഞാൻ ആൽഫയും ഒമേഗ ആകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട ആൽഫ തുടക്കക്കാരൻ, ആൽഫ ഒമേഗ എൻഡിങ്, ഒന്നാമതും ഒലുവരത്താനും ആദ്യവും അന്ത്യവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടത് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാൻ. ഗോപുരങ്ങളെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ജീവൻ്റെ പുസ്തകം, ഹെവൻ, ദൈവത്തിൻ്റെ സ്വർഗീയ ഭവനത്തിൽ കടക്കണം. ഈ ഗോപുരങ്ങളിൽ കൂടി കടക്കണമെങ്കിൽ നമ്മൾ വസ്ത്രം അലക്കും. ജീവിതം ആകുന്ന ജീവിതം മാറ്റങ്ങൾ വരുത്തി വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാൻ. നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും വ്യാജത്തിൽ പ്രിയപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഈ വക ജാതികൾക്കെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കടക്കാൻ സാധ്യമുണ്ട്. ഇത് കർത്താവിൻ്റെ ദൈവം ആഹ്വാനം ചെയ്യുന്നത് ഞാനും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് അറിയിക്കുന്നത് എൻ്റെ ദൂതനെ അയച്ച് ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ഉജ്ജ്വലവുമായ ഉദയനക്ഷത്രം, കർത്താവിൻ്റെ ഉദയനക്ഷത്രമാണ്. വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവൻ വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. കർത്താവിൻ്റെ വചനം ഫ്രീ ഓഫ് കോസ്റ്റാണ്. ദൈവത്തിൻ്റെ വചനം ഫ്രീ, സൗജന്യമായി ജനത്തിന് കിട്ടേണ്ടതാണിത്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അതിനോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ ദൈവം അവന് വരുത്തും. കർത്താവ് പറയുന്നതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ദൈവത്തിന് അതിൻ്റെ ബാധകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഇടയാകും. അതിന് വരാൻ ഇടയാക്കരുത്. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിൽ വിശുദ്ധ നഗരത്തിലും അവന് ഓഹരി ദൈവം നീക്കിക്കളയും. കർത്താവിൻ്റെ പറയുന്ന വചനാടിസ്ഥാനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ പേരുകൾ ഉണ്ടാവത്തില്ല. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു, ലോർഡ് ഈസ് കമ്മിങ് ഓൺ ദി വേ എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശുവെ വരണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വീണ്ടും വരവ് അടുത്തിരിക്കുകയാണ്. സോ ബി ഓൺ, എല്ലാവരും അലേർട്ടാകുക.